എന്നാൽ കൗമാരത്തിലേക്ക് കടന്ന ഒരു കുട്ടി ശരീരവലിപ്പം കൊണ്ട് ഒരു വലിയ ആളായി കാണപ്പെടും. എങ്കിലും മനസ്സുകൊണ്ട് സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണെന്ന യാഥാർത്ഥ്യം രക്ഷിതാക്കൾ തിരിച്ചറിയണം. അവരുടെ വൈകാരികമായ ആവശ്യങ്ങൾ തിരിച്ചറിയാനും സാക്ഷാത്കരിക്കാനും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളുടെ മനസ്സിൽ തിളച്ചു പൊങ്ങുന്ന സംശയങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കാനും ശാസ്ത്രീയമായി മറുപടി നൽകാനും രക്ഷിതാക്കൾ ഈ പ്രായത്തിൽ ശ്രദ്ധിക്കണം. റിസാല അപ്ഡേറ്റ് നമ്മുടെ മക്കൾ ഭാഗം 9. ഡിജിറ്റൽ കാലത്തെ പാരന്റിംഗ്. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ മറ്റു മനുഷ്യരുടെ സാന്നിധ്യമില്ലാതെ തന്നെ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ കുട്ടികൾ വളരുന്നത്. ഇക്കാരണം കൊണ്ടുതന്നെ മുൻകാലത്തെ രക്ഷകർക്ക് മാതൃകകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാകണം ഈ കാലത്തെ വളർത്തൽ രീതികൾ. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ തങ്ങൾ എങ്ങനെയാണോ വളർന്നത് അതേ രീതിയിൽ തന്നെ ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികളെ വളർത്താനാണ് ഇന്നത്തെ രക്ഷിതാക്കൾ പൊതുവെ ശ്രമിച്ചു വരുന്നത്. ഇതിലൂടെ തങ്ങളുടെ മുൻ തലമുറ തങ്ങൾക്ക് പകർന്നു നൽകിയ മൂല്യങ്ങൾ അതേപോലെ പുതുതലമുറയിലേക്ക് വിനിമയം ചെയ്യാൻ സാധിക്കും എന്നവർ കരുതുന്നു. എന്നാൽ പലപ്പോഴും വിപരീതമായ ഫലങ്ങളാണ് ഇതുണ്ടാക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വീണ ഇന്നത്തെ കുട്ടികളോട് മല്ലിട്ട് നിൽക്കാൻ ജീവിതം തുടങ്ങി ഏതാനും വർഷങ്ങൾക്കു ശേഷം ഡിജിറ്റൽ ഉപകരണങ്ങൾ കണ്ടു തുടങ്ങിയ മാതാപിതാക്കൾക്ക് പലപ്പോഴും കഴിയാറില്ല. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ കുട്ടികളായി വളർന്നു വന്ന ഇന്നത്തെ രക്ഷിതാക്കളിൽ പലർക്കും അണുകുടുംബ വ്യവസ്ഥിതിയിൽ വളർന്നു വരുന്ന ഒറ്റക്കുട്ടിയുടെ വിഷമതകൾ മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ കൗമാരപ്രായക്കാരായി കുട്ടികളുള്ള പല വീടുകളിലും രക്ഷിതാക്കളും കുട്ടികളും തമ്മിൽ വലിയൊരു മാനസിക വിടവ് നിലനിൽക്കുന്നു എന്നത് ഏറെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നിർമ്മിത ബുദ്ധി അടക്കം ഒട്ടേറെ ഡിജിറ്റൽ സങ്കേതങ്ങൾ സ്വാധീനിക്കുന്ന കുട്ടികളുടെ മനസ്സിനെ മനുഷ്യത്വപൂർണമാക്കി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ഒരു കേന്ദ്രത്തിനും കഴിയാത്ത മനുഷ്യനെ മാത്രം സാധിക്കുന്ന ഒരേയൊരു കഴിവ് ഉപയോഗിച്ചാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള കല ഉപയോഗിച്ച് മറ്റൊരു വ്യക്തിയുടെ വൈകാരിക അവസ്ഥ പരിപൂർണമായും ഉൾക്കൊണ്ട് അതിനനുസൃതമായി പ്രവർത്തിക്കാൻ നമ്മെ ശാക്തീകരിക്കുന്ന അനുപാതം എന്ന ജീവിത നിപുണത കൊണ്ട് സ്വാഭാവികമായും ആധുനിക കാലത്തെ പാരന്റിംഗ് ഇത്തരം വൈകാരിക ഗുണവിശേഷണങ്ങളിൽ അധിഷ്ഠിതമാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വേണം ഗുണനിലവാരമുള്ള സമയം. പലപ്പോഴും ഏകാധിപത്യ സ്വഭാവമുള്ള രക്ഷകർത്തൃ മാതൃകകളും കുട്ടികൾക്ക് അമിത സ്വാതന്ത്ര്യം നൽകുന്ന ലാളനാത്മക രക്ഷാകർത്തൃ മാതൃകകളും തിരക്കുള്ള മാതാപിതാക്കൾക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ തെല്ലും സമയമില്ലാതെ വരുന്ന വീടുകളിൽ അവഗണനാത്മക രക്ഷാകർത്തൃ മാതൃകകളും ആണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ കണ്ടുവരുന്ന രീതികൾ. എന്നാൽ ഏറ്റവും ആരോഗ്യകരമായ രക്ഷാകർത്തൃ മാതൃകയായി കരുതപ്പെടുന്നത് ആധികാരിക രക്ഷാകർത്തൃത്വം, ഒതോറിറ്റേറ്റീവ് പാരന്റിംഗ് എന്ന രീതിയാണ്. ഇവിടെ സ്നേഹവും അച്ചടക്കവും സമ്മേളിക്കുന്നു. സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വ ബോധവും തുല്യ പ്രാധാന്യത്തോടെ നടപ്പിലാക്കുന്നു. പലപ്പോഴും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായി കൗൺസിലിങ്ങിന് വരുന്ന മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഇവന് യാതൊരു അനുസരണയും ഇല്ല എന്നതാണ്. എന്നാൽ ഇതേ കുട്ടി 18 വയസ്സ് തികയുന്നതോടെ മാതാപിതാക്കളുടെ പ്രധാന പരാതി ഇവന് യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ല എന്നതാണ്. എങ്ങനെയാണ് ഒരു കുട്ടിയെ ഒരു രാത്രി കൊണ്ട് പരിപൂർണമായ അനുസരണശീലമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് സമ്പൂർണ്ണ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ സാധിക്കുക? ഇതൊരിക്കലും സാധ്യമാകാത്ത ഒരു അത്യാഗ്രഹമാണ്. ഒരു കുട്ടിയെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുക എന്നത് ഘട്ടം ഘട്ടമായി സമയമെടുത്ത് പുരോഗമിക്കുന്ന ശ്രമകരമായ ഒരു ദൗത്യമാണ്.
കൺമുമ്പിൽ കാണുന്ന കാഴ്ചകൾ ദൃശ്യങ്ങളുടെ രൂപത്തിൽ തലച്ചോറിൽ ശേഖരിച്ചു വെക്കാനുള്ള ദൃശ്യസ്മൃതി എന്ന കഴിവ് ഒരു മനുഷ്യൻ വികസിക്കുന്നത് 3 വയസ്സിന് ശേഷമാണ്. എന്നാൽ 3 വയസ്സിന് മുമ്പും കുഞ്ഞുങ്ങൾക്ക് ഓർമ്മശക്തിയുണ്ട്. ഈ ഓർമ്മശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് സ്പർശനമാണ്. മാതാപിതാക്കളുടെ ശരീരവുമായി പരമാവധി സമയം സ്പർശനം അനുഭവിക്കാൻ സാധിക്കുന്ന കുട്ടികൾ കൂടുതൽ ഓർമ്മശക്തിയുള്ളവരും വൈകാരികതയുള്ളവരുമായി വളർന്നു വരാറുണ്ട്. എന്നാൽ മാതാപിതാക്കളുടെ ശാരീരിക സ്പർശനം ലഭിക്കാതെ വരുന്ന കുട്ടികൾ പലപ്പോഴും വൈകാരിക അസ്ഥിരത ഉള്ളവരും പഠന പ്രശ്നങ്ങൾ ഉള്ളവരുമായി വളർന്നു വരുന്നതായും കാണപ്പെടുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ജനിച്ച സമയം തൊട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികളുമായി പരമാവധി സമയം ശാരീരിക സ്പർശനം നൽകുന്ന രീതിയിൽ ചെലവഴിക്കാൻ മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. കുട്ടിയെ മുലയൂട്ടുമ്പോൾ അമ്മയ്ക്ക് കുട്ടിയുമായി ശാരീരിക സ്പർശനം നൽകാൻ സമയം കൂടുതൽ ലഭിക്കാറുണ്ട്. കുട്ടിയെ ഉറക്കുമ്പോൾ അച്ഛൻ്റെ നെഞ്ചിൽ കിടത്തി ഉറക്കാൻ ശ്രമിക്കുന്നത് നല്ല കാര്യമായിരിക്കും. 3 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ ദൃശ്യങ്ങളുടെ രൂപത്തിൽ ശേഖരിച്ചു വെക്കും എന്നതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ പങ്ക് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നു. ഈ ഒരു പ്രായം മുതലാണ് കുട്ടികളോടൊപ്പം ദിവസേന അരമണിക്കൂർ നേരമെങ്കിലും ക്വാളിറ്റി ടൈം ചെലവിടാൻ മാതാപിതാക്കൾ അവസരം കണ്ടെത്തേണ്ടത്. ഈ സമയം കുട്ടികളെ ശാസിക്കാനോ ശിക്ഷിക്കാനോ ഉപദേശിക്കാനോ ഉള്ള സമയമല്ല, മറിച്ച് രക്ഷിതാക്കൾ കുട്ടികളെ കേൾക്കാൻ ഉപയോഗിക്കേണ്ട സമയമാണ്. കുട്ടികളുടെ ജീവിതത്തിൽ ദിവസേന നടന്ന കാര്യങ്ങളൊക്കെ ക്ഷമാപൂർവം അവരോട് ചോദിച്ചറിയുക. അവർ എത്ര വികലമായ ഭാഷയിലാണ് മറുപടി നൽകുന്നതെങ്കിലും ശാന്തമായി പൂർണ്ണ ശ്രദ്ധയോടെ അവരെ കേൾക്കുക. അവരുടെ മനോനില തകർക്കുന്ന രീതിയിലുള്ള അവഹേളനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഈ ഘട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് കുട്ടികൾക്ക് പറയാനുള്ളതെല്ലാം അവസാനം വരെ ക്ഷമാപൂർവം കേട്ട ശേഷം ചെറിയ തോതിലുള്ള തിരുത്തലുകൾ ആവശ്യമെങ്കിൽ സ്നേഹപൂർവ്വം പറയുക. ഈ ഒരു സാമൂഹിക വ്യായാമം കൊണ്ട് 2 ഗുണങ്ങൾ. 1, കുട്ടിയുടെ ആശയവിനിമയ ശേഷി മെച്ചപ്പെടുന്നു. 2, കുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ചെറിയ കാര്യവും തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ രക്ഷിതാവിന് സാധിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള അനാരോഗ്യകരമായ സ്വാധീനങ്ങൾ എവിടെ നിന്നെങ്കിലും കുട്ടിക്ക് മേൽ ഉണ്ടാകുകയാണെങ്കിൽ ആരംഭത്തിൽ തന്നെ അത് തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി ഇടപെടാൻ രക്ഷിതാവിന് ഇതിലൂടെ അവസരം ലഭിക്കുന്നു. മറുഭാഗത്ത് തൻ്റെ മനസ്സിലുള്ള എന്ത് കാര്യങ്ങളും തുറന്നു പറയാനും തൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാനും എന്ത് വിഷയവും തുറന്ന് ചർച്ച ചെയ്യാനുമുള്ള സ്ഥലമാണ് എൻ്റെ വീട് എന്ന വ്യക്തമായ ധാരണ കുട്ടിയുടെ മനസ്സിൽ രൂഢമൂലമാക്കുന്നു. കുട്ടിയും മാതാപിതാക്കളും തമ്മിലുള്ള വൈകാരികമായ അടുപ്പം കൂടുതൽ വേരുറക്കാൻ ഇത് സഹായിക്കും. വേണം വ്യത്യസ്തമായ അനുഭവങ്ങൾ. തലച്ചോറിൻ്റെ ഉന്നതമായ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് മനസ്സ് എന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിക്കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ തലച്ചോറിലെ കോശങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത് ഒരു വ്യക്തി 3 വയസ്സ് പ്രായമാകുന്നതുവരെ മാത്രമാണ്. അതിനുശേഷം കോശങ്ങളുടെ എണ്ണം തലച്ചോറിൽ കൂടുന്നില്ല. പക്ഷേ ഒരു വ്യക്തിയുടെ മാനസിക വൈകാരിക വളർച്ച 3 വയസ്സുകൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് നമുക്കെല്ലാം അറിയാം. എങ്ങനെയാണ് 3 വയസ്സിന് ശേഷമുള്ളൊരു കുട്ടിയുടെ മാനസിക വൈകാരിക വളർച്ച സംഭവിക്കുന്നത്? തലച്ചോറിൽ അതിനുള്ളിൽ തന്നെ വളർന്നു വന്ന കോശങ്ങൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത് വഴിയാണ് ഈ മാനസിക വൈകാരിക വികാസം 3 വയസ്സിന് ശേഷം തുടരുന്നത്. തലച്ചോറിൽ ലഭ്യമായ കോശങ്ങൾ തമ്മിൽ പുതിയ സിനാപ്സുകൾ രൂപീകരിക്കുക വഴിയാണ് ഇത് സാധ്യമാകുന്നത്. എന്നാൽ മസ്തിഷ്ക കോശങ്ങൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടണമെങ്കിൽ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോകണം.
ആവർത്തന വിരസമായ ഒരു ജീവിതചര്യയാണ് കുട്ടിയുടേത് എങ്കിൽ പുതിയ സിനാപ്സുകൾ മസ്തിഷ്ക കോശങ്ങൾ സ്ഥാപിക്കുകയില്ല. എന്നാൽ വ്യത്യസ്തമായ സ്ഥലങ്ങൾ, വ്യത്യസ്തമായ കലാരൂപങ്ങൾ, വ്യത്യസ്തമായ സാങ്കേതിക വിദ്യകൾ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത വ്യക്തികൾ, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ എന്നിവ കുട്ടിയെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾ തമ്മിൽ കൂടുതൽ സിനാപ്സുകൾ രൂപപ്പെടുകയും കുട്ടിയുടെ സാമൂഹിക, മാനസിക, വൈകാരിക വികാസം ശക്തിപ്പെടുകയും ചെയ്യും. ക്ലാസ് മുറിയും ട്യൂഷനുമായി കുട്ടിയുടെ ജീവിതം തളച്ചിടാതെ വ്യത്യസ്തതയുടെ ആകാശങ്ങളിലേക്ക് അവനെ പറത്തിവിടാൻ മാതാപിതാക്കൾ തയ്യാറാകണം. ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയങ്ങളിൽ മതിമറന്ന് അഹങ്കരിക്കാതിരിക്കാൻ, പരാജയങ്ങളിൽ മനസ്സ് തളർന്നു പോകാതിരിക്കാനും ഈ പാഠം ഏറെ ഗുണം ചെയ്യും. ആധുനിക തലമുറയിൽപ്പെട്ട കുട്ടികൾ നിസ്സാര കാര്യത്തിന് മനസ്സ് തളർന്നു പോകുന്നവരാണ് എന്ന് അവരെ പരിഹസിക്കുന്ന രക്ഷിതാക്കൾ അവരുടെ മനസ്സ് തളർന്നു പോകാതിരിക്കാൻ ഈ കാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധാപൂർവം ആത്മവിമർശനം നടത്തേണ്ടതുണ്ട്. വളർത്താം ഉത്തരവാദിത്വബോധം. ക്രമേണ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഘട്ടം ഘട്ടമായി ഏൽപ്പിച്ചു തുടങ്ങാം. വീട്ടിൽ ചെടികൾ നട്ടുവളർത്തുകയും വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിക്കാം. ഇത്തരം കർമ്മങ്ങളിലൊക്കെ ഒരു കുഞ്ഞിനെ വളർത്തുന്നതിന് സമാനമായ വൈകാരിക വ്യതിയാനങ്ങൾ മനോഭാവത്തിൽ സൃഷ്ടിക്കും. വീട്ടിൽ പ്രായം ചെന്ന മുത്തച്ഛനോ മുത്തശ്ശിയോ ഉണ്ടെങ്കിൽ അവരുടെ പരിചരണത്തിലും ചെറിയ കുട്ടികളെ ഉൾപ്പെടുത്താം. ഇത് തലമുറകൾ തമ്മിലുള്ള ഫലപ്രദമായ ആശയവിനിമയവും ജീവിത മൂല്യങ്ങളുടെ വിനിമയവും നടക്കുന്നതോടൊപ്പം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയെ എങ്ങനെ പരിചരിക്കണം എന്ന് നേർക്കാഴ്ചയും കുട്ടികൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു. ഉദാഹരണത്തിന് 10 വയസ്സുള്ള ഒരു കുട്ടിയോട് ഇങ്ങനെ അച്ചടക്കം എന്ന പദപ്രയോഗത്തെ വിശദീകരിക്കാം. ഒരു അവധി ദിവസം നീ നിന്റെ കൂട്ടുകാരനോടൊപ്പം ദൂരെ എവിടെയോ കളിക്കാൻ പോകുന്നു. നീ ആരുടെ കൂടെ പോകുന്നു എന്നോ എവിടെ പോകുന്നു എന്നോ വീട്ടുകാരോട് പറയുന്നില്ല. പോകും വഴിക്ക് ഒരു വാഹനം നിങ്ങളെ വന്ന് ഇടിക്കുന്നു എന്ന് വെക്കുക. നിങ്ങൾ വീട്ടിലെത്താൻ വൈകിയാലും നിങ്ങൾ എങ്ങോട്ട് പോയി എന്നോ എവിടെ പോയി എന്നോ അറിയാൻ ഞങ്ങൾക്ക് മാർഗമില്ല. എന്നാൽ ഇന്ന വ്യക്തിയോടൊപ്പം ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ വീട്ടിൽ മടങ്ങിയെത്താൻ വൈകിയാൽ ഞങ്ങൾക്ക് കൃത്യമായി അന്വേഷിച്ചു വരാൻ സാധിക്കും. അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായി സാധിക്കും. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും ആരോടൊപ്പം പോകുന്നു എന്നും എവിടെ പോകുന്നു എന്ന് വീട്ടിൽ കൃത്യമായി അറിയിക്കണം. ഉദാഹരണത്തിന് വീട്ടിലൊരു പുതിയ വാഹനം വാങ്ങുന്നുവെങ്കിൽ ഏത് മോഡൽ വാങ്ങണമെന്ന ചർച്ചയിൽ അവൻ്റെ അഭിപ്രായം ചോദിക്കാവുന്നതാണ്. പലപ്പോഴും കുട്ടികൾ യാഥാർത്ഥ്യബോധമില്ലാതെ വളരെ വില കൂടിയ സംഗതികൾ വേണമെന്ന് പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ വില കൂടിയ വസ്തുക്കൾ വാങ്ങുമ്പോൾ മാസത്തവണയായി വലിയൊരു തുക അടയ്ക്കേണ്ടി വരുമെന്നും അത് അച്ഛൻ്റെയും അമ്മയുടെയും വരുമാനത്തിൻ്റെ സിംഹഭാഗവും കവരുമെന്നും അവരെ ബോധ്യപ്പെടുത്താം. ഇതുമൂലം വീട്ടിൽ ഇന്ന് ലഭ്യമായ കുറേ അധികം സൗകര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരുമെന്ന് കുട്ടിയോട് പറയാം. ഉദാഹരണത്തിന് ഇന്ന് അവൻ ആസ്വദിക്കുന്ന അൺലിമിറ്റഡ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഒഴിവാക്കേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ തന്നെ മിക്കവാറും കുട്ടികൾ ഈ വിലപിടിപ്പുള്ള വസ്തു വേണ്ട എന്നും വില കുറഞ്ഞ മറ്റെന്തെങ്കിലും ഒന്ന് മതിയെന്നും സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഇത്തരത്തിൽ ഒരു സംഘട്ടനത്തിലേക്ക് പോകാതെ സംവാദത്തിലൂടെ അഭിപ്രായ സമന്വയത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ വീട്ടിൽ തന്നെ മാതൃകയായി കാട്ടിക്കൊടുക്കേണ്ടത് ആവശ്യമാണ്. കൗമാരത്തെ അകറ്റരുത്. കുട്ടികൾ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് പഠന സംബന്ധവും സാമ്പത്തികവുമായ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഭൂരിപക്ഷം രക്ഷിതാക്കളും ധരിക്കുന്നു. അവർക്ക് ഏറ്റവും മികച്ച സ്കൂളും
ട്യൂഷനും വസ്ത്രങ്ങളും ഭക്ഷണവും ഒക്കെ നൽകിക്കഴിഞ്ഞാൽ തങ്ങളുടെ ജോലി പൂർത്തിയായി എന്ന് ഭൂരിപക്ഷം മാതാപിതാക്കളുടെയും ധാരണ. എന്നാൽ കൗമാരത്തിലേക്ക് കടന്ന ഒരു കുട്ടി ശരീരവലുപ്പം കൊണ്ട് ഒരു വലിയ ആളായി കാണപ്പെടും. എങ്കിലും മനസ്സുകൊണ്ട് സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണെന്ന യാഥാർത്ഥ്യം രക്ഷിതാക്കൾ തിരിച്ചറിയണം. അവരുടെ വൈകാരികമായ ആവശ്യങ്ങൾ തിരിച്ചറിയാനും സാക്ഷാത്കരിക്കാനും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളുടെ മനസ്സിൽ തിളച്ചു പൊങ്ങുന്ന സംശയങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കാനും ശാസ്ത്രീയമായി മറുപടി നൽകാനും രക്ഷിതാക്കൾ ഈ പ്രായത്തിൽ ശ്രദ്ധിക്കണം.